ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് എഗ് പറാത്ത റോളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയാണ്, രാവിലെ കഴിക്കാൻ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവിലേക്ക് പഞ്ചസാരയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് മാവിനാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തത്. നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിലുള്ള ബാറ്റർ ആയിരിക്കും കിട്ടുന്നത്. അത് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല പേസ്റ്റ് പോലത്തെ ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് വെള്ളം വീണ്ടും ഒന്നും ചേർത്തിട്ടില്ല. 1/2 കപ്പ് വെള്ളം കൊണ്ട് തന്നെയാണ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. ഇതുകൊണ്ടാണ് നമ്മൾ പറാത്ത ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കട്ടിയിലുള്ള പറാത്ത ഉണ്ടായി കിട്ടും. സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ നമുക്ക് നല്ല ചപ്പാത്തി അല്ലെങ്കിൽ പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. കോഴിമുട്ടയാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മുട്ട പൊരിക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ സാധാരണ മുട്ട വറുക്കുമ്പോഴും ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് ഗ്രീൻ അണിയനും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ അണിയൻ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള നീളത്തിൽ അരിഞ്ഞതുപോലെ തന്നെയാണ് കുറച്ച് കൂടുതൽ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയും കൊണ്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 3 മുട്ട എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട എടുത്താലും മതിയാകും. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി ഹാഫ് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത ക്യാബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവൊക്കെ ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂടുതലോ കുറവോ ചേർക്കാം. ഇതിലേക്ക് കൊത്തിയരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസാണ്. ഇത് എഗ്ലെസ് മയോണൈസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഹോം മെയ്ഡാണ്, അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാം. പിന്നെ മയോണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാനുള്ള വെജിറ്റബിൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ദോശത്തവ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് 2 പറാത്തയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് വളരെ സ്ലോലി ഇതൊന്ന് പരത്തിയെടുക്കാം. വിട്ടുപോകാതെ നോക്കണം. തവയിൽ തൊടാതെ നമ്മൾ ബാറ്റർ പരത്തുകയാണെങ്കിൽ വിട്ടുപോകാതെ നല്ല ഫ്ലോ ആയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരെണ്ണം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വാടിക്കഴിയുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ബ്രഷിൽ കുറച്ച് എണ്ണ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. പറാത്തയുടെ മുകൾ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന്
തടവി കൊടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു തുള്ളി എണ്ണ പോലും ഇതുപോലെ ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല. ഒത്തിരി എണ്ണ ഇടുകയാണെങ്കിൽ ഇത് നല്ല പൊങ്ങി കൊമളിച്ച് വരും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ചാണ് എണ്ണ ഉപയോഗിക്കുന്നത്. വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ബ്രഷ് കൊണ്ട് തടവി കൊടുക്കാം. ഇതുപോലെ 3-4 പ്രാവശ്യം തിരിച്ച് എടുത്താൽ നമുക്ക് മാവ് കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നന്നായിട്ട് കൊമളച്ച് വരണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ചേർത്താൽ മതി. നല്ലതുപോലെ കൊമളച്ച് വരും. ഇപ്പോൾ 2 സൈഡും ചപ്പാത്തിയുടെ പാകത്തിൽ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് 2 പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ബട്ടർ ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം ഗീയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഒത്തിരി ഓയിൽ ഒഴിച്ച് മുട്ട ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിളൊക്കെ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധം നീക്കി കൊടുക്കുക. ഇനി മുകൾ ഭാഗം കുക്കാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പറാത്ത ഒരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ഭാഗം നല്ലതുപോലെ കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മുട്ട കുക്കാകും തോറും പാനിൽ നിന്ന് വിട്ട് കിട്ടും. മുട്ടയുടെ താഴെ ഭാഗം ആവശ്യത്തിന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. മുട്ട തിരിച്ചിട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് കൂടുതൽ വെച്ചാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഫില്ലിങ് വെച്ചാൽ മതിയാകും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി അല്പം ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. 2 സ്പൂൺ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്യണതാണ് കേട്ടോ കൂടുതൽ നല്ലത്. നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെജിറ്റബിളൊക്കെ താഴെ കൂടി സൈഡിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതിനോട് ചേർത്ത് വയ്ക്കുക. 2 സൈഡും നല്ലതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പാനിൽ നിന്നും എടുക്കാം. ഇപ്പോൾ 1 എഗ് പറാത്ത റോള് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പലകയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്തതും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. 2 പറാത്ത റോളാണ് നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് തന്നെ മൈദയിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മൈദയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിൻ്റെ അളവ് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. ഇപ്പോൾ എഗ്ഗ് പറാത്ത റോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ നല്ലതുപോലെ കാണാം. മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് മുട്ട ഈ മഞ്ഞ നിറത്തിലിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞൾ ചേർത്ത് മുട്ട ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ എഗ്ഗ് പറാത്ത റോള് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.